Hey guys, welcome back to my channel. My name is Haris Muttai. കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് വണ്ടി എടുത്തപ്പോൾ ഒരു റിവ്യൂ എടുത്തായിരുന്നു വണ്ടീനെക്കുറിച്ച്. അപ്പോൾ അതിനുശേഷം ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇന്ന് ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനുണ്ടായ കാരണം വണ്ടീനെക്കുറിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വണ്ടി വാങ്ങിച്ച ടൈമിൽ വലുതായിട്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ വണ്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ സ്പെയർസ് കാര്യങ്ങൾ കിട്ടുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ സർവീസ് സെൻറ്ററിൽ ഇപ്പോൾ ഒരു സർവീസ് സെൻറ്റർ ഉള്ളൂ ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ, ബാക്കിയെല്ലാം അവർ നിർത്തി. അപ്പോൾ ഇപ്പോൾ എറണാകുളത്ത് ഉള്ളത് ഇപ്പോൾ ആകെ ഉള്ളത് ആലുവയിലാണ്, വേറൊരു സ്ഥലത്തുമില്ല. അങ്ങനെ ഇപ്പോൾ നിരവധി സർവീസ് സെൻറ്റേഴ്സ് ക്ലോസ് ആയി തുടങ്ങി. അപ്പോൾ സ്പെയേഴ്സ് കിട്ടണം. അപ്പോൾ ഓല കമ്പനിയുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് സ്പെയേഴ്സ് അവൈലബിൾ അല്ല എന്നുള്ള ഒരു ഇഷ്യൂ ആണ്. കമ്പനിയിൽ മാത്രമേ കിട്ടൂ, പക്ഷേ കമ്പനിയിൽ കിട്ടണമെങ്കിലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. കമ്പനിയിൽ ഇപ്പോൾ ഒരു 100 രൂപയുടെ ഒരു പാർട്സ് വാങ്ങണമെങ്കിൽ അവർ നമുക്ക് 300 രൂപ ലേബർ ചാർജ് ചെയ്യും. ഇപ്പോൾ വണ്ടി കൊണ്ടുവന്ന് OTP മാത്രമേ നമുക്ക് സ്പെയർ തന്നു വിടുള്ളൂ. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ 3-4 വർക്കേഴ്സുള്ള അവിടെ ഒരു 100-200 വണ്ടികൾ പണിക്ക് വേണ്ടി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് കണ്ടമാനം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടത് സർവീസ് സെൻറ്ററിൽ. അപ്പോൾ അവർ ഓല കെയർ എടുത്തവർക്കൊക്കെ കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്. പണ്ട് ഓല കെയറിൽ ഇപ്പോൾ ഒരു 3-4 ബ്രേക്ക് പാഡ്സൊക്കെ മാറി കിട്ടും. ഇപ്പോൾ അതൊക്കെ അവർ ആ ഒരു പോളിസി മാറ്റി ഒരുമാതിരി നമ്മളെ വാഗ്ദാനം നന്നായിട്ട് പറ്റിക്കൂല. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യണത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു 1.5 കൊല്ലമായി, ഒരു 17,000 കിലോമീറ്റർ ഓടി. ബട്ട് ഇഷ്യൂസ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് വന്ന ഇഷ്യൂ എന്ന് പറയുന്നത് കാലിപ്പറിൻ്റെ അവിടെ നിന്ന് ഓയിൽ ലീക്കാണ്. അപ്പോൾ നോർമലി അതർ ബ്രാൻഡ്സ് ചെയ്യാമെന്ന് വെച്ചാൽ കാലിപ്പറിനോടൊപ്പം തന്നെ അവർ അതിൻ്റെ ഓറിങ് സീല് ബുഷ് കിറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓർക്ക് അങ്ങനെയൊന്നും കിറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ കുറേ റീസർച്ച് ചെയ്ത് നോക്കി ഓറിങ് കിട്ടുമോ നോക്കി, പക്ഷേ ഓറിങ് അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കോസ്റ്റ് കൂടുതലാണ് ഓറിങ് മാത്രം എടുക്കണമെങ്കിൽ. പക്ഷേ ഇനി നമ്മൾ ഓറിങ് അവർ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ബട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കൽ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞത് കൂടുതൽ ബൾക്കായിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ തരാമെന്നാണ് പറഞ്ഞത്. ബട്ട് അതിനേരം ഇനി ഓറിങ് മാറ്റിയിട്ട് ഇനി റെഡി ആയില്ലെങ്കിൽ അതും പണിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഭാഗ്യം പരീക്ഷിക്കാൻ പോയില്ല. ഞാനപ്പോൾ കുറേ നോക്കി, പക്ഷേ കമ്പനിയിൽ ഞാൻ ഇതേ സെയിം സാധനം പോയി ചോദിച്ചു കാലിപ്പറായിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് 3000 രൂപ വരും കാലിപ്പറിന് മാത്രം, പിന്നെ ഫിറ്റിംഗ് ചാർജ് വേറെ. അപ്പോൾ ഞാൻ ഓല കെയർ എടുത്തത് കൊണ്ട് എനിക്ക് ഫിറ്റിംഗ് ചാർജ് ഇല്ല. പക്ഷേ അവർ പറഞ്ഞത് സാധനം സ്റ്റോക്ക് ഔട്ടാണ്, ഓർഡർ കൊടുക്കണം, 1 മാസം പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. ബട്ട് എനിക്കൊരു കടയിൽ നിന്ന് സാധനം കിട്ടിയിട്ടാ, വലിയ കോസ്റ്റൊന്നുമില്ല. അത് നമുക്ക് ബ്രേക്ക് പാഡും നമുക്ക് കാലിപ്പറും കൂടി ഉണ്ട് സെറ്റ്. കണ്ട ഒറിജിനൽ മാതിരിയൊക്കെ എടുക്കും. നിക്കാവി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രാൻഡ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വിക് എന്ന് പറഞ്ഞുള്ള ബ്രാൻഡാണ്. അപ്പോൾ എനിക്ക് ആ ഒരു നിക്കാവി ബ്രാൻഡ് കിട്ടിയത് എത്ര രൂപക്കാണെന്ന് അറിയോ? 1250 രൂപക്കാണ് എനിക്ക് ആ ഒരു നിക്കാവിയുടെ ഒരു ബ്രേക്ക് കാലിപ്പർ കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത്. ബട്ട് ഇന്ന് എനിക്ക് ആ ഒരു സാധനം കിട്ടി. അപ്പോൾ നിങ്ങളെ അറിയിക്കാൻ എനിക്കൊരു ആഗ്രഹം, അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കണത്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ആമസോണിൽ നോക്കണമെങ്കിൽ 2000 രൂപ ഉണ്ട്, 2500 ഉണ്ട്, 3000 ഉണ്ട്. ബട്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു ഷോപ്പിൽ ഇത് ഉണ്ടാവും എന്ന് കരുതി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണിപ്പോൾ കാലിപ്പർ. ഇതാണ് കമ്പനി വരുന്ന കാലിപ്പർ. അതിൽ അഡ്വിക് ബ്രാൻഡ് കാലിപ്പറാണ്. 3000 രൂപ ഉണ്ട് ഇതിന് കമ്പനി ആവശ്യപ്പെട്ട റേറ്റ്. പിന്നെ ഫിറ്റിംഗ് ചാർജ് വേറെ എക്സ്ട്രാ വരും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഓയിൽ ലീക്കാണ് വന്നത് കാലിപ്പറിൻ്റെ സൈഡിൽ കൂടി. പിന്നെ ഈ ഒരു ബൂട്ടുണ്ട്, ബൂട്ടും വാങ്ങാൻ കിട്ടില്ല. പിന്നെ വരുന്നത് നമ്മുടെ പൾസറിൻ്റെ ഒക്കെ ഉണ്ട്, പക്ഷേ 2 സ്ലീവ് ഉള്ളു. ഇതിനിപ്പോൾ 3 സ്ലീവ് ഉണ്ട്. ഈ സൈഡൊക്കെ പോയി കിടക്കാം. അപ്പോൾ ഇതാണ് 3000 രൂപയുടെ കാലിപ്പർ കമ്പനി പ്രൊവൈഡ് ചെയ്യണത്. ഇതിന് ഒരു സ്പെയർ പോലും പുറത്ത് വാങ്ങാൻ കിട്ടില്ല. നിക്കാവി ബ്രാൻഡിൻ്റെ കാലിപ്പറാണ്. അപ്പോൾ ഈ ഒരു കാലിപ്പർ ബ്രേക്ക് പാഡ് അടക്കണം വന്നത്. കമ്പനി വരുമ്പോൾ ബ്രേക്ക് പാഡ് സെപ്പറേറ്റ് നമ്മൾ വാങ്ങണം. പിന്നെ ഒരു സെൻസർ വരുന്നുണ്ട്. എനിക്ക് അതിൻ്റെ അകത്ത് സ്പ്രിങ്ങൊക്കെ വരുന്നുണ്ട്, സ്പ്രിങ്. പിന്നെ ബ്രേക്ക് പാഡ് നിക്കാവിയുടെ തന്നെ വരുന്നുണ്ട്. കമ്പനിയുടെ ബ്രേക്ക് പാഡ് ആണെങ്കിൽ 640 രൂപ വരും. പിന്നെ ഫിറ്റിങ്ങും വരും, അല്ലാണ്ട് സ്പെയർ പുറത്ത് പ്രൊവൈഡ് ചെയ്യണമല്ല. അങ്ങനെ സെയിം സാധനമാണ്. പക്ഷേ ഇതിനുള്ള പ്രശ്നം വാങ്ങുമ്പോൾ ഒരു നെട്ടും കൂടി വാങ്ങണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പ്രിങ്ങൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പരമാവധി ജാമിങ് ഇഷ്യൂ മാറി കിട്ടും സ്പ്രിങ് ഉള്ളതുകൊണ്ട്. നല്ലൊരു ഐറ്റമാണ്. ഇപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറയാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഒക്കെ നോക്കണം നിങ്ങൾ ഇടയ്ക്ക്, ഞാൻ പോസ്റ്റ് ചെയ്യാൻ എന്തായാലും. അപ്പോൾ ഈ ഒരു നിക്കാവിയുടെ 1250 രൂപയുടെ ഐറ്റം ഉണ്ട് നിക്കാവിയുടെ. അപ്പോൾ വെറും 1250 രൂപ വരുന്നുള്ളൂ. മറ്റേത് 3000 വരും. അതിനേലും എന്തുകൊണ്ട് ബെറ്ററാണ് ഈ ഒരു നിക്കാവിയുടെ ബ്രേക്ക് പാഡ്. ഇതൊരു 2. ഇനിയിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു മെയിൻ സാധനങ്ങളുണ്ട്, 2 അല്ലെങ്കിൽ. ഇതാണ് നമുക്ക് ഓൾക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട അല്ലെങ്കിൽ. ഒന്ന് 3mm അല്ലെങ്കിൽ, ഒന്ന് 4mm അല്ലെങ്കിൽ. ടൈപ്പ് അല്ലെങ്കിൽ വാങ്ങുന്നുണ്ട് ബെറ്റർ, നമുക്ക് യൂസ് ചെയ്യാൻ എപ്പോഴും വേണ്ട സാധനങ്ങളാണ് അല്ലെങ്കിൽ. അപ്പോൾ ഇത് ഹാർഡ്വെയർ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇവർ അല്ലെങ്കിൽ മറ്റേ നോർമൽ ടൈപ്പ് 100 രൂപയ്ക്ക് കിട്ടണം അല്ലെങ്കിൽ വാങ്ങരുത്. അത് ഗ്രിപ്പൊന്നും ഉണ്ടാവില്ല, ഇതിൻ്റെ സൈഡൊക്കെ പോവും. അത് മെറ്റൽ അത്ര പോരാ, അതുമാതിരി ഇരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ